നീ അങ്ങനെയാണോ കണ്ടുള്ളത്? പറയാൻ അതെ, ഐ ലവ് യു. എനിക്ക് തന്നെ ഇഷ്ടം, എൻ്റെ ജീവനേക്കാളേറെ ഇഷ്ടം. ഇതങ്ങനെ തന്നോട് പറയുന്നത് എനിക്കറിയണ്ടായിരുന്നില്ല. നീ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നില്ലേ പലപ്പോഴും ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോയെന്ന്? അപ്പോഴേക്കും ഒറ്റ ഐ ലവ് യു എന്ന് പറയാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കൊതിച്ചതാണ്. പക്ഷെ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം നിനക്കിതൊരു ഷോക്കായിരിക്കും, പക്ഷേ ഇനി ഇത് മറച്ചു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ തീരുമാനം എന്ത് തന്നെയായാലും എനിക്കിത്രേ പറയാനുള്ളൂ. ഐ റിയലി ലവ് യു സോ മച്ച്. ക്യാൻ യു ഗിവ് മി എ ചാൻസ്? അതാ നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ എന്തീ പറഞ്ഞതിൻ്റെ ബോധം നിനക്കുണ്ടോ? ഇത് നോക്കാതാ, നീ ഇതുപോലെ തന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നല്ലേ? എനിക്കറിയാം ഇതാ തന്നെയാണ്. തമാശ നിർത്താതാ, ഞാൻ തമാശ പറഞ്ഞതല്ലടാ. പ്ലീസ് നീ ഒന്ന് മനസ്സിലാക്കുന്നേ. എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടം. നിനക്ക് എന്നെ അറിയുന്നല്ലേ, ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കണ്ണിലേക്ക് നോക്ക്, എന്നിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ തമാശ പറയാമെന്ന്? ഐ റിയലി ലവ് യു സോ മച്ച്. നീ അത് കേട്ടാ? വെറുതെ ഇത്രയും സുന്ദര എന്നെ പോലെ മൈൻഡ് ചെയ്യാഞ്ഞത്. എനിക്കപ്പേ തോന്നിയതാ ഇവ തമ്മിൽ എന്തോ. എന്നാൽ ഇവനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. ഷട്ട് അപ്പ്. ഇവരെന്താ പ്രശ്നം? ലുക്ക, നീ വാ, നമുക്ക് കുറച്ച് അങ്ങോട്ട് മോളിൽ സംസാരിക്കാം. വിട്രാ, തൊട്ടുപോക്കരുത് നീ എന്നെ. ഇതായിരുന്നല്ലോ നിൻ്റെ മനസ്സിലിരിപ്പ്. നിന്നെയാണ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് നമ്മൾ ഇത്രയും കാലം കൊണ്ടു നടന്നത്. ലുക്ക പ്ലീസ്, നമുക്ക് മാറി സംസാരിക്കാം. നീ ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടല്ലേ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു. അതിൻ്റെ മറുപടി നീ ഇവിടെ വെച്ച് തന്നെ കേട്ടോ. നിന്നെപ്പോഴത്തെ എൻ്റെ ഫ്രണ്ടാന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് നോണക്കേടാ. അവൻ്റെ ഒരു പ്രേമം. ലിയോ മതി, നിർത്തിക്കോ നീ. ലുക്ക പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഐ റിയലി ലവ് യു. ലവ്? ഇത് ലവല്ല, ഭ്രാന്ത. ലുക്ക പ്ലീസ് നിർത്ത്, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നാണക്കേട് തോന്നുന്നുണ്ടോ നിനക്ക്? അപ്പം നിനക്കറിയാം ഇതൊരു നാണം കെട്ട പരിപാടിയാണെന്ന്. എന്നിട്ടും എന്തിനാ നീ ഇതെന്നോട് പറഞ്ഞത്? പിന്നെ നിൻ്റെ ഈ പ്രേമുണ്ടല്ലോ, അത് നിൻ്റെ വെറും തോന്നൽ മാത്രം. ഇതെൻ്റെ തോന്നലല്ല ലുക്ക, പ്ലീസ്. ഐ റിയലി ലവ് യു സോ മച്ച്. പ്ലീസ് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് നീ. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടം. ഇതിഷ്ടമല്ലാത്ത ഇത് വേറെന്തോ ആണ്. ഇതിനധികം ആയുസ്സും ഉണ്ടാവില്ല. നിന്നിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ശ്രദ്ധിച്ചു കേട്ടോ, ഇനി ഈ കാര്യം പറഞ്ഞത് എൻ്റെ കൺമുന്നിൽ പോലും വരരുത്. എനിക്ക് വെറുപ്പാണ് ഇത്ര ആൾക്കാരെ. ഞാൻ നിന്നെ കണ്ടത് വെറും എൻ്റെ ഫ്രണ്ടായിട്ട് മാത്രമാണ്. ഇനി അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് നിന്നോടൊന്നല്ല ഒരാളിനോട് താല്പര്യമില്ല. ഐ എം സ്ട്രെയിറ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഐ ഹേറ്റ് യു. ലിയോ മതി, നിർത്ത്. നിനക്ക് പറയല്ലേ പറഞ്ഞു കഴിഞ്ഞല്ലേ, ഇനി പോകാൻ നോക്ക്. ഡിസ്കസ്റ്റിംഗ്. നീ ഇത്രക്കാരനായിരുന്നല്ലേ? വെറുതെ എല്ലാം ഞാൻ ഇഷ്ടം പറഞ്ഞിട്ട് നീ എന്നെ മൈൻഡ് പോലും ചെയ്യാതിരുന്നത്. ഇതല്ലേ മനസ്സിലിരുത്. പാവം, എല്ലാവരും നിന്നെ പോലെ ആവണമെന്നില്ലല്ലോ. അതോ ലിയോക്ക് ബുദ്ധിയുണ്ട്, അതവൻ ഈ പരിപാടിക്കൊന്നും നിൽക്കട്ടെ. അതാ എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോടാ. എനിക്കിതിനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പൈസ എന്താണെന്ന് വെച്ചാൽ തരാം. അതെ, നിങ്ങളും ഇവൻ്റെയൊക്കെ ഫ്രണ്ടല്ലേ? ഇനി നിങ്ങളും ഇവനെ പോയൊക്കെ തന്നെയാണ്. അതേടോ, അങ്ങനെ തന്നെ. എന്താ നിനക്കൊരു കുഴപ്പമുണ്ടോ?
അതിന്റെ പണി നോക്കണം നായിരെ. അതു ജെനി, നീ ഇങ്ങനെ കരയാതെ അവൻ്റെ അടുത്തോട്ട് ചെല്ല്. എനിക്ക് അവനെ ഇങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയില്ല. അതാ ജിതിന് എന്തൊക്കെയാണ് അതൊക്കെ? നമുക്ക് അതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം. അതു ഡോ ഞാൻ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ അത്രക്ക് മോശപ്പെട്ടവനാണോ ജിനി? ഞാൻ അത്രക്ക് വൃത്തിയിട്ടവനാണോ? അവനെന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞത്? അവൻ്റെ ഫ്രണ്ടാന്ന് പക്ഷം പോലും അവന് നാണക്കേടാന്ന്. ഒന്നുമില്ല ഓക്കെ പ്ലീസ്, ഒന്നുമില്ലല്ലോ, കരയില്ല പ്ലീസ്. നീയല്ലേ പറഞ്ഞത് അവനെന്നെ മനസ്സിലാവുമെന്ന്? എന്നിട്ട് അവനെന്നെ മനസ്സിലായില്ലല്ലോ. എൻ്റെ സ്നേഹത്തെ അവൻ എന്തൊക്കെ പറഞ്ഞത്? ഇനി അവന് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തുണ്ടാവോ? ശരി, ഞാൻ പോയി അവനോട് ഒന്നുകൂടി സംസാരിച്ചല്ലോ. അവൻ എന്നെ മനസ്സിലാക്കൂ. ഞാൻ നിന്നോട് എന്താണ് പറയാം? നീ നോക്ക്, അവൻ നിനക്ക് വേണ്ട. അവനെ നീ മറന്നേക്ക്. അവൻ്റെ കാര്യത്തിൽ നിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാനല്ലേ? ഞാൻ തന്നെ പറയാം, ഇത് വേണ്ട. നീ ഇങ്ങനെ വേദനിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. എനിക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്ക് ഇവിടെ പഠിക്കണ്ട. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. അപ്പാർട്ട്മെൻറ്റിൽ നിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ജിതിനെ കൊണ്ടെടുപ്പിച്ചോളാം. നീ ചെല്ല്, ഞാൻ വന്നോളാം. ജെനി, ക്രിസ്റ്റി, നീ കണ്ടില്ലേ അതിൻ്റെ അവസ്ഥ? എനിക്ക് അവനെങ്ങനെ സമാധാനിപ്പിക്കട്ടെന്ന് അറിയുന്നില്ല. ഒന്നുമില്ല, പ്ലീസ് കരയരുത്. ഒക്കെ ശരിയാവും. പ്ലീസ് ഡോണ്ട് ക്രൈ. അവനെന്താ വരാത്ത? ഒരുപാട് നേരമല്ലോ. ചിലപ്പോൾ ഇന്നത്തെ ഇഷ്യൂ കാരണം എന്നെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് വീട്ടിൽ പോയിക്കണം. നാളെ എങ്ങാനും വന്നോളൂ. നീ എന്താ ഇപ്പം കളിക്കാൻ വേണ്ടിയിരിക്കുന്നത്? വേറെ എന്താ ചെയ്യാനാ? സൺഡേ അല്ലേ, ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അല്ല, നീ എന്താ ഇവിടെ? രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, അതാവിൻ്റെ സാധനങ്ങൾക്കൊന്ന് പാക്ക് ചെയ്ത് അവൻ്റെ വീട്ടിലെത്തിക്കണം. രണ്ടാമത്തെ കാര്യം ഇതാ, ഈ ചാവി തരാൻ വന്നതാ. ചാവി? ഇത് അതുൻ്റെ അല്ലേ? പിന്നെ അവൻ്റെ ഡ്രസ്സ് അതൊക്കെ എന്നാ പാക്ക് ചെയ്യുന്നത്? ജിതിനെ കാര്യം പറ. അവനവിടെ 2 ദിവസം ഞാൻ കുളച്ച് വന്നിട്ട് ഒരു വിവരമല്ല. നിങ്ങളാണെങ്കിൽ ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറ. അതൊക്കെ ഒന്നാ നീ അറിയുന്നത്? നീ ഇപ്പം ഹാപ്പി അല്ലേ? ഇനി നിനക്ക് അവൻ്റെ ശല്യമല്ലോ. നിന്നെ ശല്യപ്പെടുത്താനും ഇങ്ങോട്ടിട്ട് വരുമല്ലോ. ലിയോ, നിന്നോട് ഇനി പോയി സംസാരിക്കുന്നത് എന്താണെന്ന് അറിയോ? അവനെ പോലെ തന്നെ നീ എൻ്റെ ഫ്രണ്ടാണ്. അവനെ റിജക്റ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട്. അതുകൊണ്ടാ. പക്ഷെ ഞാൻ റിജക്റ്റ് ചെയ്ത രീതി, അതാണ് എനിക്ക്. അതും അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ല ലിയോ. എന്നിട്ടും നീ എനിവേ അതോട് ഇനി അവൻ്റെ ശല്യത നിനക്കുണ്ടാവില്ല. അവൻ പോവോ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ഓക്കെ, അതങ്ങനെ ശരിയാവാം. പിന്നെ അവൻ്റെ എക്സാമൊക്കെ എടുത്തിരിക്കല്ലേ, അപ്പോൾ അതൊക്കെ അറിയില്ല. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന ഞാൻ അവനെ നിർബന്ധിക്കില്ല. പോയിക്കോട്ടെ, പോകുന്നതന്നെ അവൻ നല്ലത്. കോളേജിൽ അവനെക്കുറിച്ച് അത്ര നല്ല വർത്താനൊന്നുമല്ല. എല്ലാവരും മുന്നിൽ വെച്ചിട്ടല്ലേ നീ അവനെ. എനിക്ക് അവനൊന്ന് കണ്ട് സംസാരിക്കണം. അവനെവിടെ? ഇനി അതിന് പറ്റും തോന്നുന്നില്ല. അവനിപ്പോൾ എയർപോർട്ടില്ല. ജനിയുണ്ട് കൂടെ. അവളും അവൻ്റെ കൂടെ പോകുന്നു. അവനെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എയർപോർട്ടിലോ? ഗൈസ്, അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഏകദേശം തീരാൻ പോവാണ്. ഏകദേശം നല്ല ഒട്ടുമുക്കാലും കഴിഞ്ഞു.
അപ്പോൾ അടുത്ത പാർട്ടിൽ മേ ബി പ്രസൻറ്റും കൂടി കാണിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് പ്രസൻറ്റിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇനി ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വരിക, അവിടെ ഒന്ന് കണ്ടു വരിക എന്തായിരുന്നു എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടില്ല, അതുകൊണ്ടാണ് പറയണത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിത് അത് കണ്ടിട്ട് അതെന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യും. അടുത്ത എപ്പിസോഡിൽ പ്രസൻറ്റ് കാണിക്കും. അപ്പം നിങ്ങൾ കാണിച്ച് എന്തായാലും കമൻറ്റ് ചെയ്യുക, എന്തായിരുന്നു എന്നുള്ളത് ഇതിൽ തന്നെ കമൻറ്റ് ചെയ്യണം. ഐ ഹോപ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്, അത്ര നിങ്ങൾ വിശ്വസിച്ചാണ് പറയാം. പ്ലീസ് കമൻറ്റ് ചെയ്യുക എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ആ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വേറെ ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ.